നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗുണ്ടകളായി ആണുങ്ങൾ മാത്രമല്ല നഗരത്തെ വിറപ്പിക്കുന്നത്. ഇപ്പോഴിതാ ഒരു കൂട്ടം വനിതാ ഗുണ്ടകളാണ് അറസ്റ്റിലായിരിക്കുന്നത്. സംഭവം നടക്കുന്നത് ബാംഗ്ലൂരിലാണ്. ഇവരുടെ ദൃശ്യങ്ങൾ സഹിതമാണ് ഇപ്പോൾ മാധ്യമങ്ങളിലൂടെ അടക്കം പുറത്തു വന്നിരിക്കുന്നത്. ബാംഗ്ലൂരിൽ ഒരു സ്പാ ഉടമയെ തട്ടിക്കൊണ്ടുപോയത് വനിതാ ഗുണ്ടകളാണ്. തട്ടിക്കൊണ്ടുപോവുക മാത്രമല്ല, അതിക്രൂരമായി മർദ്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഭുവനേശ്വരി നഗറിലെ സ്പായിലെ ജീവനക്കാരൻ തൊട്ടടുത്ത മറ്റൊരു സ്പാ തുടങ്ങിയതിലെ തർക്കമാണ് വനിതകളുടെ നേതൃത്വത്തിലുള്ള തട്ടിക്കൊണ്ടുപോകലിൽ കലാശിച്ചത്. ഭുവനേശ്വരി നഗറിലെ സ്പാ ജീവനക്കാരനായിരുന്ന ബല്ലിയപ്പ സഞ്ജു അടുത്തിടെ അദ്ദേഹം സ്വന്തമായി സ്ഥാപനം തുടങ്ങുന്നതുമായി ജോലി വിട്ടു. ഇതിന്റെ വിരോധത്തിൽ പഴയ ഉടമ സ്മിതയാണ് കൊട്ടേഷൻ നൽകിയത്. കാവ്യ മുഹമ്മദ് എന്നിവരാണ് കൊട്ടേഷൻ എടുത്ത് ആക്രമിക്കാനെത്തിയത്. സഞ്ജുവിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം തട്ടിക്കൊണ്ടുപോവുകയായിരുന്നു. കാറിൽ കയറ്റിക്കൊണ്ടു പോകുന്നതിനിടെ കൊല്ലാനും ശ്രമിച്ചു. CCTV ദൃശ്യങ്ങൾ സഹിതം ഇയാളുടെ ഭാര്യ പരാതി നൽകിയതോടെ അമൃതഹള്ളി പോലീസ് പിന്തുടർന്ന് പിടികൂടുകയായിരുന്നു. സ്പാ ഉടമ സ്മിത, കൊട്ടേഷൻ ഏറ്റെടുത്ത കാവ്യ, ഇവരുടെ സഹായി മുഹമ്മദ് എന്നിവരെ കസ്റ്റഡിയിലെടുത്തു. സ്മിതയെ റിമാൻഡ് ചെയ്തു. സ്മിതയുടെ സ്പായിൽ പെൺവാണിഭം നടന്നിരുന്നുവെന്ന സഞ്ജുവിന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു. പോലീസ് പറയുന്നത് ഇപ്രകാരമാണ്. ഭുവനേശ്വരി നഗറിലെ ഒരു സ്പാ ജീവനക്കാരനാണ് ബല്ലിയപ്പ സഞ്ജു. കുറെ കാലമായിട്ട് ഇയാൾ ഇവിടെ ജോലിക്കാരനായിരുന്നു. പക്ഷേ അടുത്തിടെ ഇയാൾ ജോലി രാജിവെച്ച് സ്വന്തമായി ഒരു സ്പാ തുടങ്ങാൻ ആരംഭിക്കുകയായിരുന്നു. ഇതോടെയാണ് തന്റെ സ്പായിൽ ഇടപാടുകൾ കുറയുമെന്ന് ഭയന്ന് സ്മിത കൊട്ടേഷൻ നൽകിയത്. കാരണം ഈ രണ്ട് സ്പായും അടുത്തടുത്തായിരുന്നു. പിന്നീടാണ് സഞ്ജുവിനെ ഈ പറയുന്ന ഗുണ്ടകൾ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം തട്ടിക്കൊണ്ടുപോയത് കൊല്ലാൻ തന്നെയായിരുന്നു. പെട്രോൾ ഒഴിച്ച് കത്തിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതിനോടൊപ്പം കാറിൽ കയറ്റിക്കൊണ്ടുപോകുന്നതിന്റെയും കൊല്ലാനും ശ്രമിച്ചിട്ടുണ്ട്. ഇതിന്റെയൊക്കെ തന്നെ CCTV ദൃശ്യങ്ങൾ സഹിതം സഞ്ജുവിന്റെ ഭാര്യ പരാതി നൽകിയതോടെയാണ് പോലീസ് ഈ കൊട്ടേഷൻ സംഘത്തെ പിന്തുടർന്ന് പിടികൂടിയത്. പിന്നാലെയാണ് സ്പാ ഉടമയായിട്ടുള്ള സ്മിത, അതുപോലെ അവർ കൊട്ടേഷൻ നൽകിയിട്ടുള്ള കാവ്യ, ഇവരുടെ സഹായി മുഹമ്മദ് എന്നിവരെ അറസ്റ്റിലായിരിക്കുന്നത്. സ്മിതയുടെ സ്പായിൽ പെൺവാണിഭം നടന്നിരുന്നുവെന്ന് സഞ്ജുവിന്റെ മൊഴിയും പോലീസ് ശേഖരിച്ചിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് അന്വേഷണം അവിടെ ആരംഭിച്ചിട്ടുണ്ട്. കൊടും ക്രിമിനലുകളായ പുരുഷ ഗുണ്ടകളെ തോൽപ്പിക്കുന്ന തരത്തിലായിരുന്നു കാവ്യയുടെ പീഡനം. കാവ്യ നേരത്തെയും ഇത്തരം പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ടോ എന്ന് പോലീസ് അന്വേഷിക്കുന്നുണ്ട്. ഈ പുറത്തു വന്നിട്ടുള്ള CCTV ദൃശ്യങ്ങളെല്ലാം തന്നെ കാവ്യ കുറെ നേരം അയാളോട് തട്ടിക്കയറുന്നതും അതിനുശേഷം സിഗരറ്റ് എടുത്ത് വലിക്കുന്നതും പിന്നീട് തൻ്റെ ശരീരത്തിന് മുകളിൽ അരിഞ്ഞിരുന്ന ഒരു കോട്ടെടുത്ത് തൻ്റെ കൂടെ വന്നിരുന്ന യുവാവിന് നൽകുകയും അതിനുശേഷം അവിടെ ഇരുന്നു കൊണ്ടാണ് ഈ പറയുന്ന ഈ സ്പാ ഉടമയെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളത്. മറ്റൊരു വാർത്ത, കൊൽക്കത്തയിൽ ഒരു സ്ത്രീയുടെ അറുത്തെടുത്ത തലയുമായി റോഡിലൂടെ നടന്നു നീങ്ങിയ ആളെ കണ്ട് വഴിയാത്രക്കാർ ഒരു നിമിഷം പതറി. ഒരു കൈയിൽ തലയും മറുകൈയിൽ അരിവാളും വീശിയായിരുന്നു യുവാവിന്റെ നടത്തം. ഇടയ്ക്ക് ശാപവാക്കുകൾ മൊഴിയുന്നതും കാണാം. അതിഭീകരവും ഭ്രാന്തമായ കാഴ്ചകളെല്ലാം വഴിയാത്രക്കാർ കാണുകയും ബൈക്കുകളിൽ ഇയാളുടെ പിന്നിലൂടെ പോവുകയും ചെയ്തു. പേടികൊണ്ടാണ് എടുക്കാത്തതെന്നും അവർ പറഞ്ഞു. പിന്നാലെ യുവാവ് സ്റ്റേഷനിലെത്തി കീഴടങ്ങിയപ്പോഴാണ് അരുംകൊല പുറലോകമറിയുന്നത്. സഹോദരന്റെ ഭാര്യയുടെ തലയറുത്താണ് യുവാവ് റോഡിലൂടെ ഒരു പേടിയുമില്ലാതെ നടന്നു നീങ്ങിയത്. പശ്ചിമ ബംഗാളിലെ സൗത്ത് 24 പർഗാന ജില്ലയിലാണ് നാടിനെ തന്നെ ഒന്നടങ്കം നടുക്കിയ സംഭവം നടന്നത്. അറുത്തെടുത്ത തലയും അതിനുപയോഗിച്ച വലിയൊരു ആയുധവുമായി തെരുവിലൂടെ നടന്ന പ്രതി പിന്നീട് ബസന്തിയിലെ പോലീസ് സ്റ്റേഷനിലെത്തി കീഴടങ്ങുകയും ചെയ്തു. ബിബൽ മൊണ്ടാൽ എന്ന യുവാവാണ് മൂത്ത സഹോദരന്റെ ഭാര്യ സതി മൊണ്ടാലിന്റെ തല വെട്ടിമാറ്റിയത്. കുടുംബ പ്രശ്നങ്ങളാകാം പ്രതിയെ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നും പോലീസ് പറയുന്നു. കീഴടങ്ങിയ സമയത്ത് യാതൊരുവിധ പശ്ചാത്താപവും ബിമൽ പ്രകടിപ്പിച്ചിരുന്നില്ലെന്നും പോലീസ് വൃത്തങ്ങൾ പറഞ്ഞു. സതിയുടെ അറുത്തെടുത്ത തലയും അതിനുപയോഗിച്ച ആയുധവും പ്രതിയുടെ കൈവശമുണ്ടായിരുന്നു. സാധാരണ മാനസികാവസ്ഥയിലല്ലായിരുന്നെന്ന് തോന്നിപ്പിക്കുന്ന വിധത്തിലായിരുന്നു ബിമലിന്റെ പെരുമാറ്റമെന്നും പോലീസ് പറഞ്ഞു. അരിങ്കൊലയ്ക്ക് ശേഷം തെരുവിലൂടെ നടക്കുമ്പോൾ ബിമൽ വളരെ രോക്ഷത്തോടു കൂടിയിട്ടാണ് നടക്കുന്നത്. അതിനാലാണ് ആരും അയാളെ തടയാൻ ധൈര്യം കാണിക്കാതിരുന്നതെന്നും ദൃക്സാക്ഷികളിൽ ഒരാൾ വ്യക്തമാക്കി. സതിക്ക് നേരെ ബിമൽ ശാപവാക്കുകൾ ചൊരിഞ്ഞുകൊണ്ടായിരുന്നു നടന്നിരുന്നതെന്നും ദൃക്സാക്ഷി പറയുന്നു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി സതിയും ബിമലും തമ്മിൽ വഴക്ക് പതിവായിരുന്നു. ബിമൽ സതിയെ ഭീഷണിപ്പെടുത്തിയിരുന്നതായും ഇവരുടെ സമീപവാസി മൊഴി നൽകുകയും ചെയ്തു. സംഭവത്തിന്റെ കൂടുതൽ അന്വേഷണം നടക്കുന്നതായി പോലീസ് പറഞ്ഞിട്ടുണ്ട്.